ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സാക്ഷ്യം ഹാലലിയ വെളിപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ദാസനെ നിയോഗിച്ചയച്ച കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ക്രൈസ്റ്റ് ബ്ലസ്സസിൻ്റെ ഈ ചാനലിനായി ഇതിൻ്റെ ശുശ്രൂഷകന്മാരാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പുഷ്പദാസൻ എന്നാണ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര താലൂക്കിൽ കരിങ്കുളം പഞ്ചായത്തിൽ കൊച്ചുതുറ എന്ന വില്ലേജിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്കൊരു മകനും ഭാര്യയുമുണ്ട്. ഞാൻ ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ച ഒരാളായിരുന്നു. എൻ്റെ അപ്പനും അമ്മയൊക്കെ മത്സ്യത്തൊഴിലാളി ആയിരുന്നു. തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു ഞാൻ. അത് സാധാരണ ഒരു മദ്യപാനിയല്ല. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി അത് അവസാനിക്കത്തുള്ളൂ. അങ്ങനെ എൻ്റെ ജീവിതം മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് തകർക്കപ്പെട്ടു. വല്ലാത്തൊരവസ്ഥയിലായി. 18ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ലഹരിക്ക് മദ്യപാനം കുടിച്ച് തുടങ്ങുന്നത്. ചെറിയൊരളവിലുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിൽ എനിക്ക് കിട്ടിയ കൂട്ടുകാരൊക്കെ എനിക്ക് അനുകൂലമല്ലായിരുന്നു. അങ്ങനെ ഞാൻ മദ്യപാനത്തിൽ അഡിക്റ്റായി. ജീവിതം പരാജയത്തിൻ്റെ സാഹചര്യത്തിലേക്ക് പെട്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. കുടുംബജീവിതത്തിലും മദ്യപാനത്തിൻ്റെ ആസക്തി കുടുംബജീവിതത്തെയും തകർത്തു. സമാധാനവും അസ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടു. സമാധാനമില്ലാതെ ഞാൻ ഒരു 4 വർഷത്തോളം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഉറങ്ങാതെ 4 വർഷം ഇരിക്കുമോ? നമ്മൾ സാധാരണ ഉറങ്ങുമ്പോൾ ഒരു സുഖം ഉണ്ടാകും. പക്ഷെ ആ സുഖം ഉറക്കത്തിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ കർത്താവിനെ എപ്പോൾ കണ്ടുമുട്ടിയോ അന്നു മുതൽ ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ഉറങ്ങിയ. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, മദ്യപാനത്തിൽ അടിമപ്പെട്ട് ജീവിതത്തിൻ്റെ തകർച്ചയെ ഞാൻ നേരിടുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷ പ്രാപിക്കണം. അങ്ങനെ എൻ്റെ ജോലി, എനിക്ക് പ്രത്യേകിച്ചൊരു ജോലിയില്ല. ചിലർ എല്ലാ ജോലിക്കും പോകും. പക്ഷേ ജോലി കിട്ടുന്ന കാശ് കൊണ്ടും കുടിച്ചു തീർക്കും. കുടുംബത്തിൽ കലഹമായി, വഴക്കായി. അങ്ങനെ ഞാൻ ഗൾഫിൽ പോകണമെന്നുള്ള ഒരു ചെറിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സൗദിക്ക് പോയി. സൗദിയിൽ 2008 ജൂൺ മാസം 16-ാം തീയതിയാണെന്ന് തോന്നുന്നു ഞാൻ സൗദിക്ക് പോകുന്നു. അങ്ങനെ അവിടെ വച്ച് ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ക്യാമ്പ് മരുഭൂമിയുടെ ഒരു സാഹചര്യത്തിൽ, മരുഭൂമിയിലായിരുന്നു എൻ്റെ ക്യാമ്പ്. ആ ക്യാമ്പിൽ രാത്രി, ഞാനിപ്പോഴും ഓർക്കുന്നു, രാത്രി ഒരു 9:45-നും 10 മണിക്കും ഇടയ്ക്ക് ഞാൻ വല്ലാത്തൊരു സാഹചര്യത്തിൽ, ഞാൻ പറഞ്ഞല്ലോ സമാധാനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉറങ്ങും, എനിക്ക് ഉറക്കം വരത്തില്ല. പക്ഷെ സൗദിയിൽ പോയിട്ടും ഞാൻ ഭയങ്കര മദ്യത്തിലായിരുന്നു. കൂട്ടുകാരുണ്ടായിരുന്നു, വില കുറച്ച് മദ്യം കിട്ടും. കൂട്ടുകാർ മദ്യം വിൽക്കുന്നവരാണ്, വാറ്റി വിൽക്കുന്നവരാണ്. പൈസ ആലയിലോ കുറച്ച് കൊടുത്താൽ ഒരുപാട് മദ്യം കിട്ടും. അങ്ങനെ വ്യാഴാഴ്ച രാത്രി കൂട്ടുകാരൻ്റെ വീട്ടിൽ റൂമിൽ പോകും. രാത്രി അടിക്കും, വെള്ളിയാഴ്ചയും അടിച്ച് വെള്ളത്തിലായിരിക്കും. ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു രാത്രിയിൽ ഞാൻ ഒരു 9:45-നും 10 മണിക്കും ഇടയ്ക്കുള്ള ഒരു സമയത്ത് ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം ഇങ്ങനെയാണ്: നീ പ്രാർത്ഥിക്കാൻ പോകുക. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ശബ്ദമാണ്. ആ ശബ്ദം കേൾക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ആ ശബ്ദം കേൾക്കുന്നത് ചൊവ്വാഴ്ച രാത്രിയാണ്. വ്യാഴാഴ്ച ഞാൻ മദ്യപിക്കാൻ പോകുന്നതിനെ ഓർത്ത് അങ്ങനെ ആ മനസ്സിൽ ഒരു സന്തോഷം ഓർത്ത് കിടക്കുമ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത്. വല്ലാത്തൊരു സാഹചര്യം. ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും ജീവിതത്തിൽ എങ്ങനെ മടങ്ങി വരണമെന്നും
നേരത്തെ സംഭവിച്ച കാര്യങ്ങളെയൊക്കെ ഓർത്ത് എപ്പോഴും നിരാശപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ശബ്ദം കേൾക്കുന്നത്. പക്ഷേ ഞാൻ ഈ സമയത്തും മദ്യപിക്കും. കൂട്ടുകാരൻ്റെ റൂമിൽ പോയി അമിതമായി മദ്യപിക്കും. ഈ ശബ്ദം കേട്ട മാത്രയിൽ എൻ്റെ ആ സാഹചര്യം, ഞാൻ ഏത് സാഹചര്യത്തിൽ നിന്നുവോ ആ സാഹചര്യത്തെ എന്നെ മറന്ന് വല്ലാത്തൊരു സന്തോഷം എൻ്റെ അകത്ത് കയറി വന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മദ്യപിക്കും. അവിടെ കിട്ടുന്ന തമ്പാക്ക എന്ന് പറയുന്ന ഒരു സാധനം അതിടും. എന്തെല്ലാം പാപപ്രവൃത്തി ചെയ്യാറുണ്ടോ ആ പാപപ്രവൃത്തികൾ അത്രയും ഞാൻ ചെയ്യുവാൻ. പക്ഷെ ആ ശബ്ദം കേട്ടപ്പോൾ ഹല്ലേലൂയ, എനിക്ക് അന്ന് വരെയുള്ള ആ മനസ്സിലുള്ള ടെൻഷനും സമാധാനമില്ലായ്മയൊക്കെ നഷ്ടപ്പെട്ട് വല്ലാതൊരു സന്തോഷത്തിൽ ഞാൻ ഹല്ലേലൂയ തിരിച്ചു. ആ ശബ്ദം കേട്ട മാത്രത്തിൽ തന്നെ എനിക്കൊരു വല്ല സന്തോഷവും സമാധാനവും ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോകുക എന്നുള്ള ശബ്ദമാണ്. എങ്ങനെ പ്രാർത്ഥിക്കാൻ പോകും? സൗദിയ മരുഭൂമിയ, പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. പ്രാർത്ഥിക്കുന്നവനെ ജയിലാക്കുന്ന സാഹചര്യമാണ്. അതുമാത്രമല്ല, എനിക്ക് ദൈവത്തെ അറിയത്തില്ല, കർത്താവ് ആരാണെന്ന് അറിയത്തില്ല, യേശു ആരാണെന്ന് അറിയത്തില്ല, ബൈബിൾ എന്താണെന്ന് അറിയത്തില്ല, ക്രിസ്തു ആരാണെന്ന് അറിയത്തില്ല, രക്ഷ എന്താണെന്ന് അറിയത്തില്ല, സ്തോത്രം എന്താണെന്ന് അറിയത്തില്ല, ആലയം എന്താണെന്ന് അറിയത്തില്ല. ഞാൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് ജീവിച്ചെങ്കിലും പള്ളിയിൽ പോകും. പക്ഷേ എനിക്ക് ദൈവത്തെ ആരാണെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് ഈ ശബ്ദം കേൾക്കും, നീ പ്രാർത്ഥിക്കാൻ പോകുക. എങ്ങനെ പോകും? പക്ഷെ എന്നോട് സംസാരിച്ച ആ ശബ്ദം എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ സാധാരണ എൻ്റെ ക്യാമ്പിന് പുറത്തേക്ക് പോകുന്ന റോഡുണ്ട്. പക്ഷേ ആ റോഡിലൂടെ പോകാതെ എന്നെ വേറൊരു റൂട്ടിലൂടെ പരിശുദ്ധാത്മാവ് നയിച്ചു. എനിക്ക് ഇപ്പോൾ ആ സമയത്ത് എനിക്കത് തിരിച്ചറിവില്ലായിരുന്നു. തിരിച്ചറിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവാണ് എന്നെ വഴി മാറ്റിവിട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ റൂട്ടിലൂടെ പോകുമ്പോൾ രണ്ട് സഹോദരങ്ങൾ ആ ക്യാമ്പിൻ്റെ ഒരു കോണിൽ നിന്നുകൊണ്ട് നമുക്ക് നാളെ പ്രാർത്ഥിക്കാൻ പോകണം എന്ന് പറഞ്ഞതും ഞാൻ അവിടെ എത്തുന്നതും കറക്റ്റായിരുന്നു. ആ ശബ്ദം കേൾപ്പിക്കാനാണ് പരിശുദ്ധാത്മാവിനെ ആ രാത്രിയിൽ വഴി മാറ്റി വിട്ടത്. ആ സഹോദരങ്ങളുടെ നിങ്ങൾ എവിടെയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഞാൻ കൂടി വരട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഹല്ലേലൂയ നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോകുന്ന വഴിക്ക് അവർ പറഞ്ഞു, സഹോദര നിങ്ങൾ കത്തോലിക്കക്കാരനാണ്, നിങ്ങൾ പള്ളിയിലുള്ള പോലുള്ള നിശബ്ദത അവിടെ കാണത്തില്ല. ഞങ്ങൾ പാട്ടുപാടും, ഞങ്ങൾ കൈയടിക്കും, ഞങ്ങൾ ഡാൻസ് കളിക്കും, ഞങ്ങൾ തുള്ളും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്നത് ക്രിസ്തുവിനാണല്ലോ. അതെ, ഞാൻ അന്വേഷിക്കുന്നതും ക്രിസ്തുവാണ്. കാരണം ഈ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ അന്തരീക്ഷം മാറി. നിങ്ങൾ ആരാധിക്കുന്നത് ക്രിസ്തുവിനാണോ? അതെ, ഞാൻ അന്വേഷിക്കുന്നതും ക്രിസ്തുവാണ്. ഞാൻ ധൈര്യത്തോട് പോയി. അന്ന് ഹല്ലേലൂയ, അന്ന് ആലയത്തിൽ പോവുകയും കർത്താവിനെ ഹല്ലേലൂയ. അന്ന് ഞാൻ പോകുമ്പോൾ ആ ചർച്ചിൻ്റെ അകത്ത് 3-4 വെള്ളക്കാരി, ഒരുപാട് പേരുണ്ട്, 4-5 വെള്ളക്കാരിന്ന് തുള്ളുക. വെള്ളക്കാരെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരൊന്നും അല്ല, വിദേശികളല്ല. വെള്ള ഷർട്ടിട്ടിട്ട് അവരിങ്ങനെ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുക. അന്നാണ് ആ ശബ്ദത്തോടെയാണ് ഞാൻ ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കാൻ ഹല്ലേലൂയ വഴിയൊരുക്കി. എനിക്ക് വേണ്ടി ഒരു പാസ്റ്റർ ഒന്ന് തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ നേരത്തെ ആരാധിക്കാൻ പോയിട്ടില്ല. എനിക്ക് വേണ്ടി ആരും ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുമില്ല. എനിക്ക് ഹല്ലേലൂയ എനിക്ക് വചനം ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു സാഹചര്യവും എല്ലാ സാഹചര്യവും ദൈവത്തെ അറിയുവാനുള്ള ഹല്ലേലൂയ സാഹചര്യങ്ങൾ എനിക്ക് പ്രതികൂലമായിരിക്കുമ്പോഴും എൻ്റെ സ്വഭാവം പാപത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുമ്പോഴും അശുദ്ധനായ എന്നെ വിശുദ്ധനായ ദൈവം ഹല്ലേലൂയ അവൻ്റെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ ഒന്ന് തൊട്ടു. ഹല്ലേലൂയ, അതാണ് ദൈവത്തിൻ്റെ കൃപ. ഒന്നുകൂടി ആ പദം പറയുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അശുദ്ധനായ എന്നെ വിശുദ്ധനായ ദൈവം വന്നു തൊട്ടു. ഞാൻ അശുദ്ധിയുള്ളവനായി ഞാൻ ശുദ്ധിയുള്ളവനായി മാറി. അതാണ് ദൈവത്തിൻ്റെ കൃപ. ആ കൃപ ഇന്നും ഞാൻ ഹല്ലേലൂയ അത് എന്നെ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു.
അങ്ങനെ ഞാൻ 3 മാസം കഴിഞ്ഞ് ആത്മാവിൻ്റെ നിയോഗപ്രകാരം സ്നാനമെടുത്തു. ഞാൻ കർത്താവിനെ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അതിനുശേഷം കർത്താവിൻ്റെ ശുശ്രൂഷ, ആ ശുശ്രൂഷയുടെ വേല ചെയ്തു പോന്നു. നിർത്തുന്നതെല്ലാം വിശ്വസ്തയോടെ നിന്നത് ചെയ്യുവാൻ. പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്, തകർച്ചകൾ ജീവിതത്തിലുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ഒന്നും വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ നമ്മളെ കൈവിടത്തില്ല, അവൻ ഉപേക്ഷിക്കത്തില്ല. എന്ത് പദ്ധതിയുമായി നിന്നെ വിളിച്ചുവോ, എന്തു വേലയ്ക്ക് വേണ്ടി കർത്താവ് നിന്നെ വിളിച്ചുവോ, ആ പദ്ധതി നിന്നിലൂടെ പൂർത്തീകരിക്കുവാൻ വിളിച്ച ദൈവം വിശ്വസ്തനാ. അതിന് ഹല്ലേലൂയ, അതിന് വെല്ലുവിളിയായി, അതിന് വിരോധമായി ശത്രുക്കൾ ഏത് പ്രതിസന്ധിയിലൂടെ നിന്നെ കടന്നു പോകുമ്പോഴും, വെല്ലുവിളികൾ ഉയരുമ്പോഴും, വെല്ലുവിളിയിൽ നിന്ന് നിന്നെ പുറത്തേക്ക് എടുക്കുവാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് യേശുക്രിസ്തു. പ്രിയമുള്ളവരെ, ഈ വിശ്വാസ ജീവിതത്തിലൂടെ എനിക്ക് ലഭിച്ച ഒരു ഗിഫ്റ്റാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സമാധാനം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഹല്ലേലൂയ ഉറക്കമില്ലാതെ ഏകദേശം ഒരു 4 വർഷത്തോളം ഉറക്കമില്ലാതിരുന്ന ആളാണ്. എൻ്റെ മദ്യപാനവും എൻ്റെ മറ്റ് ഹല്ലേലൂയ ദുർമാർഗങ്ങൾ നിമിത്തം എൻ്റെ വീട്ടുകാർ എന്നെ ഉപേക്ഷിച്ചു. നാട്ടുകാർക്ക് എന്നെ ഇഷ്ടമല്ല, കുടുംബക്കാർക്ക് എന്നെ ഇഷ്ടമല്ല, സുഹൃത്തുക്കളും കൈവിട്ടു. ചില ഭവനങ്ങളിൽ, കുടുംബത്തിൻ്റെ ചില ഭവനങ്ങളിൽ എന്നെ കയറ്റണമെന്നുണ്ടെങ്കിൽ അവർ എന്നെ കാണുമ്പോൾ അവരെ കഥകടച്ചു കളയും. പക്ഷേ ഈ യേശുക്രിസ്തുവിനെ കണ്ട നിമിഷം മുതൽ ഞാൻ ഒരു വെളിപ്പാടനുസരിച്ച് എൻ്റെ ദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ, എനിക്ക് വേണ്ടി ഞാൻ നടന്നു പോകുമ്പോൾ ഹല്ലേലൂയ മാന്യമായ ഒരു രീതിയിൽ അവരെന്നെ പെരുമാറുകയും, ഹല്ലേലൂയ ചില വ്യക്തികൾ പറയാറുണ്ട്, ഹല്ലേലൂയ മദ്യപാനത്തിനും അടിമപ്പെട്ട് കിടക്കുന്ന ചിലരെ കണ്ടാൽ ഹല്ലേലൂയ ഈ ബ്രദറിനോട് വിട്ടാൽ ഹല്ലേലൂയ അവന് കുടിമാറി കിട്ടുമെന്ന്, അവനെ തൊട്ട യേശു ഇവനെ തൊടുമെന്നുള്ള ഹല്ലേലൂയ നാട്ടുകാരുടെ സാക്ഷ്യം എൻ്റെ ചെവിയിൽ കേൾക്കുവാൻ എനിക്ക് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സമാധാനമില്ലാത്ത എനിക്ക് എന്നെ ദൈവം ആദ്യം ഹല്ലേലൂയ തൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് സമാധാനം ലഭിച്ചു. സമാധാനം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. ഇവിടെ സമാധാനം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. എങ്ങനെയാണ് നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നത്? എങ്ങനെയാണ് ഉറക്കം നമുക്ക് നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് സമാധാനം ഒരു മനുഷ്യൻ നഷ്ടപ്പെടുന്നത്. നാം മനുഷ്യൻ അകന്നു പോകാനുള്ള കാരണം എന്താ? നമ്മുടെ പാപമാണ്. കൊലോസ്യ ലേഖനം 1-21 വാക്യത്തിൽ പറയുന്നു, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പാകെ നിഷ്കളങ്കരും വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായി നിർത്താൻ അവനിപ്പോൾ ജഡശരീരത്തിൽ അവന്റെ മരണം കൊണ്ട് നമ്മളെ നിരപ്പിച്ചു. കണ്ടോ? അപ്പം ദൈവത്തെ നമ്മൾ അകന്നു പോകുന്നത് പാപം നിമിത്തമാണ്. പാപമാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവന്റെ ജീവിതത്തിൽ സമാധാനക്കേടുണ്ടാകുന്നു. സമാധാനക്കേട് കുടുംബത്തിൻ്റെ അകത്തുണ്ടാകാൻ കാരണം, വ്യക്തികളിൽ ഉണ്ടാകാൻ കാരണം, ദേശത്തുണ്ടാകാൻ കാരണം, കുടുംബങ്ങളിൽ ഉണ്ടാകാൻ കാരണം ആ വ്യക്തിയോ ആ സമൂഹമോ ആ കുടുംബമോ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത് കൊണ്ടാണ്. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വിളിച്ചു പറയാം, സമാധാനം തരുവാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിനോ പ്രതാപത്തിനോ സ്ഥാനമാനങ്ങൾക്കോ വസ്തുവകൾക്കോ സമ്പത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ നമ്മുടെ നല്ല വീടിനോ സമാധാനം ലഭിക്കത്തില്ല. സമാധാനം ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിലൂടെ മാത്രമേ ആ സമാധാനം കിട്ടൂ. ക്രിസ്തുവിലൂടെ ആ സമാധാനം കിട്ടണമെങ്കിൽ അവൻ ഹല്ലേലൂയ ക്രൂശിക്കപ്പെട്ടു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ മഹത്വപൂർണ്ണമായ ക്രിസ്തുവിൽ നീ വിശ്വസിക്കണം. നമ്മുടെ പാപം മാറുമ്പോഴാണ് നാം ദൈവത്തോട് അടുക്കുന്നത്. നാം ദൈവത്തോട് അടുക്കുമ്പോഴാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്. കൊലോസ്യ ലേഖനം 3-15 വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ. പ്രൈസ് ദി ലോർഡ്. സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ ഹല്ലേലൂയ തീർത്ഥാടന യാത്രകൾ ചെയ്യുന്നു, പുണ്യസ്ഥലങ്ങളിൽ പോകുന്നു, പ്രൈസ് ദി ലോർഡ് ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നു. സമാധാനം ലഭിക്കുന്നുണ്ടോ? മല കയറുന്നു, പെരുന്നാളുകൾ ആഘോഷിക്കുന്നു,
സമാധാനം ലഭിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സമാധാനം ലഭിക്കണമെങ്കിൽ നിന്റെ പാപം മാറണം. പാപം മാറണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ അടുക്കൽ വരണം. അതാണ് ഹല്ലേലൂയ ബൈബിൾ പറയുന്ന, ബൈബിൾ വെളിപ്പെടുത്തുന്ന ക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. നീ രക്ഷിക്കപ്പെടണമെങ്കിൽ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ ഒരു നാമമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു നാമ. അപ്പോസ്തല പ്രവൃത്തി 2 ഹല്ലേലൂയ 12 പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കൽ പോകാതെ പാപം മാറ്റുവാൻ വേണ്ടി വേറെ ഏത് മാധ്യമങ്ങൾ ഉപയോഗിച്ചാലും മരിച്ചുപോയ മനുഷ്യനെ ദൈവങ്ങളാക്കി ദൈവത്തിന്റെ പരിവേഷം കൊടുത്ത് മനുഷ്യന്റെ മുമ്പിൽ നിർത്തുന്ന ഓരോ മതപ്രമാണത്തിനും അവന്റെ ആചാരങ്ങൾക്കും അവന്റെ അനുഷ്ഠാനങ്ങൾക്കും നിന്റെ പാപത്തെ മാറ്റുവാൻ പറ്റത്തില്ല. മാറ്റണമെങ്കിൽ നിന്റെയും എന്റെയും പാപത്തിന് പരിഹാരമായി മരിച്ചത് യേശു ക്രിസ്തുവാ. 1 തിമോഥെയോസ് 2:5 പറയുന്നു, ഹല്ലേലൂയ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഒരുവൻ തന്നെ. മറുവിലെ ജീവനെ, തന്റെ ജീവനെ മറുവിലായി കൊടുത്ത കർത്താവായ മനുഷ്യരായി കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിലൂടെ മാത്രമേ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകൂ. ആ ക്രിസ്തുവിലൂടെ മാത്രമേ നമ്മൾ രക്ഷയുള്ളൂ. മറ്റൊരുത്തൻ രക്ഷയില്ല. അപ്പോൾ ക്രിസ്തുവിന്റെ അടുക്കലാണ് നമ്മൾ വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു മാധ്യവുമില്ല. ഏക മധ്യസ്ഥൻ കർത്താവ് യേശു ക്രിസ്തുവാ. പാപം മൂലം അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു മാത്രമാ ക്രൂശിൽ യാഗമായി തീർന്നത്. ആ ക്രൂശിലുള്ള രക്ഷ എനിക്ക് ലഭിച്ചപ്പോൾ എനിക്ക് സമാധാനം ലഭിച്ചു. കൊലോസ്യ ലേഖനം 1:20 പറയുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മൂലം അവൻ മുഖാന്തരം നമുക്ക് സമാധാനം ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 2-ാം 16 വാക്യം 14-15 വായിക്കുമ്പോൾ അവിടെ അവൻ സമാധാനം ഉണ്ടാക്കി, അവനാൽ നമുക്ക് സമാധാനം ലഭിച്ചെന്ന് അവിടെ വെളിപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം 19, 21, 26 വാക്യത്തിൽ യേശു അവരുടെ മധ്യത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു. എന്താ കാരണം? യേശു മരിച്ചു. അവർ വിശ്വസിച്ചില്ല ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്. പക്ഷെ യേശു അവരുടെ ആശ്രയമായിരുന്ന, അവരുടെ കൂടെ നിന്ന, അവരുടെ ബലമായിരുന്ന, അവരെ കൊണ്ടു നടന്ന യേശു മരിച്ചു എന്നാണ് അവർ കരുതിയത്. അതുകൊണ്ട് യേശു അവരിൽ അകന്നു പോയപ്പോൾ അവർക്ക് ഭയമുണ്ടായി, അവർക്ക് ഭീതി ഉണ്ടായി, അവർക്ക് സമാധാനം നഷ്ടപ്പെട്ടു. അങ്ങനെ ഭയപ്പെട്ട് യഹൂദന്മാരെ, ശത്രുവിനെ ഭയപ്പെട്ടിരിക്കുന്നവരുടെ മധ്യത്തിൽ, ശിഷ്യന്മാരുടെ മധ്യത്തിൽ യേശു എന്ന് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് സമാധാനം. കണ്ടോ? ഞാൻ ഈ സമാധാനത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എന്നിൽ വന്നപ്പോഴാണ് ഞാൻ സമാധാനം അനുഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരിൽ നിന്നും നമുക്ക് സമാധാനം ലഭിക്കത്തില്ല. നമ്മൾ എന്ത് കർമാചാരം നടത്തിയാലും സമാധാനം ലഭിക്കത്തില്ല. എന്ത് ആചാരം നടത്തിയാലും സമാധാനം ലഭിക്കത്തില്ല. സമാധാനം ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ച് സ്നാനമെടുത്ത് നീ ദൈവമകനായി മാറണം. ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാ സമാധാനം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യേശുവൽക്കരിച്ച മുറിക്കകത്ത് കിടന്നാൽ നിനക്ക് ഉറക്കം വരണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. സമാധാനം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. മത്തായി 5:19 പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ. എന്താ? അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം സമാധാനം അനുഭവിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റൂ. സമാധാനം 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 എന്ന് പറയുകയും സമാധാനം ലഭിക്കാതെ വരികയും ചെയ്യുന്നത്, സമാധാനം അനുഭവിക്കാത്തവന്റെ അടുത്ത് നിങ്ങൾ പോകുമ്പോൾ സമാധാനം ലഭിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോട് അടുപ്പിക്കുവാൻ മനുഷ്യൻ ഏത് ക്രിയ ചെയ്താലും ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല. വചനപ്രകാരം വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നീ ദൈവമകളാകും, നീ ദൈവമകനാകും. ആ ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാ സമാധാനം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. പാപം മാറിയാലേ നമുക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കണമെങ്കിൽ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ചിട്ട് കാര്യമില്ല. ഇടയ്ക്ക് ഞാനൊരു ഒരു പള്ളിയിൽ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ എനിക്ക് വന്നു ഇടയായി. എന്താ പറയുന്നേ? നിങ്ങൾക്ക് സമാധാനമില്ലയോ, സന്തോഷമില്ലയോ, നിങ്ങൾ രോഗത്തിലാണോ, നിങ്ങൾക്ക് നിരാശയാണോ, നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു വഴിയേ ഉള്ളൂ, വന്ന് കുമ്പസാരിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ സാധാരണ ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിച്ചേ, ഒരു കുടിയൻ, ഒരു വ്യഭിചാരി, പാപത്തിൽ കഴിയുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു കുമ്പസാരത്തിൽ പോയി കുമ്പസാരിച്ചിട്ട് വരുമ്പോൾ വീണ്ടും അവൻ എന്ത് ചെയ്യുന്നു? ആ പാപത്തിലേക്ക് വീഴുക. എന്താ കാരണം? പാപം ഇരിക്കുന്ന ഒരുത്തന് മറ്റുള്ളവന്റെ പാപം ക്ഷമിക്കാൻ കഴിയത്തില്ല. പാപം ക്ഷമിക്കാൻ കഴിയുന്നത് പാപമില്ലാത്ത മരിച്ചവൻ. അവന് പാപമില്ല, അവൻ പാപമില്ലാത്തവൻ, അവൻ പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവനായ ക്രിസ്തു. അവന്റെ വിശുദ്ധ രക്തമാണ് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ മതത്തിൻ്റെ ഒരു കർമാചാരങ്ങളും ഒരു ആചാരങ്ങളും ഒരു മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കത്തില്ല, അവൻ്റെ പാപത്തെ മാറ്റുവാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ ജീവിതത്തിൻ്റെയും തകർച്ചയ്ക്കുള്ള കാരണം, പരാജയങ്ങളുടെ കാരണം, ഇവിടെ സമാധാനം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം മനുഷ്യന്റെ പാപം ഇരിക്കുന്നിടത്തോളം കാലം അവൻ അകൃത്യങ്ങൾ കാണിക്കും. പാപം മാറിയാലേ അവൻ്റെ അകൃത്യം മാറൂ. അകൃത്യം മാറിയാലേ അവന് ദൈവത്തോട് അടുക്കാൻ പറ്റൂ. ദൈവത്തോട് അടുത്താൽ മാത്രമേ ദൈവത്തിന് സമാധാനം ലഭിക്കൂ. ഞാൻ ഇടയ്ക്ക് ഈ സമാധാനത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ അർത്ഥമെന്ന് ചിന്തിച്ചപ്പോൾ അതിൻ്റെ ഗ്രീക്ക് പദത്തിൽ കൊടുത്തിരിക്കുന്നത് ഐറീന എന്നൊരു പദമാണ്. ആ പദത്തിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, അതായത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നും തകർന്നിട്ടില്ല എന്ന് ചിന്തിക്കുന്ന മനസ്സിൻ്റെ ഒരു അവസ്ഥ. അതാണ് സമാധാനത്തിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഹല്ലേലൂയ. ഏത് മനുഷ്യനും ഈ ലോകത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഞെരുക്കങ്ങളും വെല്ലുവിളിയില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അത് വിശ്വാസിക്കതുണ്ടാകും, ശുശ്രൂഷന്മാർക്കുണ്ടാകും, ജാതികൾക്ക് അതുണ്ടാകും. പക്ഷേ സമാധാനം, ദൈവത്തിന്റെ സമാധാനം നമുക്ക് ലഭിച്ചാൽ, തകർന്നിട്ടുണ്ടെങ്കിലും നമ്മളെ നശിച്ചു പോകുന്നു എന്ന് തോന്നിയാലും ആ തകർച്ചയിൽ നിന്നും, ആ നഷ്ടത്തിൽ നിന്നും, ആ പരാജയത്തിൽ നിന്നും, ആ രോഗത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ ദൈവത്തിന് പറ്റുമെന്ന് നീ വിശ്വസിക്കുന്ന നിന്റെ മനസ്സിന്റെ സാഹചര്യത്തെയാണ് സമാധാനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഏത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമുക്ക് സമാധാനം അനുഭവിക്കണമെങ്കിൽ ദൈവിക സമാധാനം നമ്മൾ അതിൽ നിന്നും ഒരു പ്രത്യാശയിലേക്ക് നയിക്കും. ഇതാണ് ദൈവത്തിന്റെ സമാധാനത്തിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ സമാധാനത്തിനെ വീണ്ടും എടുത്ത് ഉയർത്തിക്കാട്ടാനുള്ള കാരണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷകരമായ ഒരു കാര്യമാണ് സമാധാനം. എനിക്ക് വസ്തുവില്ല, വീടില്ല, പറയത്തക്ക മാന്യമായ ഈ ലോകം എന്നെ അംഗീകരിക്കുവാനോ എന്നെ സ്വീകരിക്കുവാനോ എന്നെ കൊള്ളാമെന്ന് പറയത്തക്ക രീതിയിൽ എൻ്റെ കയ്യിൽ സമ്പത്തില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, വീടുമില്ല, എനിക്ക് ആൾക്കാരുമില്ല, എൻ്റെ സുഹൃത്തുക്കളുമില്ല. ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം എനിക്ക് ഞാൻ ഒറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എനിക്കിതൊന്നും ഇല്ലെങ്കിലും ലോകം പറയുന്ന ഭാഗ്യവാൻ എന്ന് പറയുന്നത്, ഇതെല്ലാം വസ്തുവും പണവും പ്രതാപവും ഉണ്ടെങ്കിലേ അവൻ ഭാഗ്യവാൻ എന്ന് മനുഷ്യൻ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നവനാണ് ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒന്നും നമുക്ക് സമാധാനം തരുന്നതല്ല, നമുക്ക് സമാധാനം തരുന്നത് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹല്ലേലൂയ, വിശ്വാസികളോട് പറയാനുള്ളത്, ഏതെങ്കിലും പ്രതികൂലമായ സാഹചര്യത്തിൽ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം പ്രതിസന്ധികളുണ്ടോ, ഞെരുക്കങ്ങളുണ്ടോ, ഹല്ലേലൂയ, തകർച്ചകൾ അനുഭവപ്പെടുന്നുണ്ടോ? ഒന്നിനും ഭയപ്പെടരുത്. ദൈവം നമ്മോട് കൂടെയുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ നമ്മൾ ഏത് പദ്ധതിയിട്ടോ, ഏത് വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടോ, ഏത് പദ്ധതിയുണ്ടോ, എന്തിനു വേണ്ടി വിളിച്ചോ, അത് ഈ ലോക ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ചെയ്തെടുക്കുവാൻ അവൻ വിശ്വസ്തനാ. ഉറപ്പും ധൈര്യത്തോടെ നിൽക്കണം. ഈ സാക്ഷ്യം നിങ്ങളെ ഒന്ന് ബലപ്പെടുത്തട്ടെ. അവിശ്വാസികൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, രക്ഷ ഒരുത്തനിലുമില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, ദൈവദാസന്മാരെടുത്ത് രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം?
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാ, ഈ സാക്ഷ്യത്തിലൂടെ ഹല്ലേലൂയ ശക്തിപ്പെടണം, മാനസാന്തരപ്പെടണം. ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെ വേല ഹല്ലേലൂയ എപ്പോൾ കർത്താവിനെ അറിഞ്ഞോ അന്ന് തൊട്ട് കർത്താവിൻ്റെ വേലയിൽ എനിക്ക് ദൈവം തന്ന ചെറിയ കൃപകൾക്കനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ഹല്ലേലൂയ ചപ്പാത്തുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. പരസ്യയോഗങ്ങൾക്ക് ട്രാക്റ്റ് കൊടുക്കുവാനും പരസ്യയോഗങ്ങൾക്ക് നേരത്തെ ആ വേല ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ദൈവ നിയോഗങ്ങൾക്കനുസരിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹകരമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുക, വളരെ സന്തോഷകരമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുക. ഈ ലോകത്തിൽ ഈ ലോകവും ഈ ലോകത്തിൻ്റെ മതങ്ങളും ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകളൊന്നും നമുക്ക് സമാധാനവും സ്വസ്ഥതയും തരത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ എല്ലാം മൂല കാരണം പാവമാണ്. അതിന് ബ്ലക്കാർഡ് ഒട്ടിച്ചിട്ട്, തെരുവിലൂടെ ബ്ലക്കാർഡ് വെച്ചിട്ട് ലഹരി പദാർത്ഥങ്ങൾക്കും മദ്യപാനത്തിനും വിരോധമായി ഹല്ലേലൂയ ബ്ലക്കാർഡ് ഒട്ടി റോഡിലൂടെ ഈഗ്ല വിളിച്ചോണ്ട് പോയാൽ അതൊന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. മദ്യപാനത്തിനെയും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിപ്പെടാനുള്ള കാരണം അവൻ്റെ ഉള്ളിലിരിക്കുന്ന പാവമാ. ആ പാവം മാറണമെങ്കിൽ തലമുറകളെ ക്രിസ്തുവിനോട് ചേർക്കണം. അതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ വചനം നമ്മൾ കേൾക്കണം, ബൈബിൾ വായിക്കണം. വിശ്വാസം കേൾവിയാലും ദൈവത്തിന്റെ വചനത്താലും വരുന്നു. നീ വചനം വായിക്കുമ്പോൾ, ക്രിസ്തു ശബ്ദം കേൾക്കുമ്പോൾ നിനക്ക് വിശ്വാസം വരും. വിശ്വാസം നിന്നെ ദൈവത്തോട് അടുപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾ ഇത് കർത്താവിൽ വിശ്വസിച്ച് നിങ്ങൾ പുതിയ സൃഷ്ടികളായി മാറണം. ദൈവത്തിന് മഹത്വമുള്ളവരായി മാറണം. ദൈവത്തോട് ചെയ്യണം. എങ്കിലേ നമ്മുടെ പാപം മാറി സമാധാനത്തിൻ്റെ ഒരു ജീവിതം അനുഭവിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇവിടെ സമാധാനം നമുക്ക് കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു നിത്യതയുണ്ട്. മനുഷ്യൻ ചിന്തിക്കുന്നു മരണത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല, മരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തൊരു ജീവിതമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് അങ്ങ് നിത്യതയില്ല, കർത്താവിനോട് കൂടെയാ. അപ്പോൾ ഒരുത്തൻ ഹല്ലേലൂയ പാപത്തോടു കൂടി ഒരുത്തൻ മരിച്ചാൽ ഒരു കാരണവശാലും മതത്തിന്റെ ആചാരങ്ങളോ മതം നടത്തുന്ന ശുശ്രൂഷകളോ ഒന്നും അവനെ ദൈവത്തോട് അടുപ്പിക്കത്തില്ല. അവൻ നരകത്തിലേക്ക് പോകും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് പാപത്തെ ഏറ്റുചൊല്ലി ഒരുക്കപ്പെട്ട ജീവൻ നയിച്ചാൽ, നീ മരിച്ചാൽ നിനക്ക് നിത്യതയാ. നമുക്ക് വേണ്ടത് നല്ല അടക്കമല്ല, നല്ല ഒടുക്കമാണ്. ഒന്നുകൂടി ഞാൻ പറയാം, നമുക്ക് വേണ്ടത് നല്ല അടക്കമല്ല, അടക്കുമ്പോൾ ചെയ്യുന്ന പ്രഹസനങ്ങളല്ല, പക്ഷേ നമുക്ക് ഒടുക്കം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ മരണമെന്ന് പറയുന്നത് ഇവിടത്തെ മരണമല്ല, നീ നരകത്ത് പോകുന്നതാണ് ഏറ്റവും ദുരന്തം. ഇവിടെ ബസ്സിടിച്ചാലോ ആത്മഹത്യ ചെയ്താലോ കുടിച്ചെവിടെയെങ്കിലും മരിച്ചാൽ നമ്മൾ പറയും ഇത് ദുരന്ത മരണമാണ്. പക്ഷെ യഥാർത്ഥ ദുരന്തം നീ നരകത്തിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിച്ചു പറയുക, രക്ഷ ഒരുവനിലുമില്ല. എന്നെ കേൾക്കുന്നവർ യേശുവോട് ചേർന്നിട്ടില്ലെങ്കിൽ യേശുവോട് ചേർന്ന് സ്നാനമെടുത്ത് ഒരു ക്രിസ്ത്യ ജീവിതം ആചരിക്കുക. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതം ആചരിക്കണമെന്ന്, ഒരുക്കമുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് ഈ സാക്ഷ്യം തരുവാൻ മുഖാന്തരം ഒരുക്കിയ ക്രൈസ്റ്റ് ബ്ലെസ്സസ് ഹല്ലേലൂയ സഹോദരങ്ങളൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടും ഈ സാക്ഷ്യം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.